ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ ദൈവമാതാവ് ഷെസ്റ്റോക്കോവായിലെ മാതാവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഓഡിയോ ഇടുന്നത്. മുൻപേ സന്ദേശം കിട്ടിയിട്ടാണ് ഈ പുസ്തകം എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മ എത്തിച്ചതും ഇതിനെക്കുറിച്ച് ലോകത്തെ അറിയിക്കണമെന്ന് പറഞ്ഞതും. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ 2 ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. വീണ്ടും കഴിഞ്ഞ ശനിയാഴ്ചയിലത്തെ യാത്രയിൽ പരിശുദ്ധ അമ്മ യാത്രയുടെ ഇടയിലൊരു ദർശനം തന്ന് എന്നെ ഓർമ്മിപ്പിച്ചു. ആ ദർശനത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയായിരുന്നു: നീ എത്ര വളർന്നാലും പാല് തേടി പോകും, അമ്മിഞ്ഞപ്പാൽ തേടി പോകും എന്നാണ് പറഞ്ഞത്. അതായത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പരിശുദ്ധ അമ്മയോട് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഷെസ്റ്റോക്കോവായിലെ മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഈ ലോകത്ത് നടന്നത് ഞാൻ വീണ്ടും അറിയിക്കുകയാണ്. 2 ഭാഗമായിട്ട് മുൻപ് പറഞ്ഞിരുന്നു. ഇത് 3ാമത്തെ ഭാഗമായിട്ട് കണക്കാക്കാം. 1674 മുതൽ 1696 വരെ പോളണ്ടിലെ ഭരണാധികാരിയായിരുന്നു ജോൺ സോബീസ്കി മൂന്നാമൻ രാജാവും. കാശ്മീർ രാജാവിൻ്റെ പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടാണ് അധികാരമേറ്റെടുത്തത്. പോളണ്ടിനെയും അതുപോലെ കോമൺവെൽത്ത് രാജ്യങ്ങളെയും ഷെസ്റ്റോക്കോവ മാതാവിന് സമർപ്പിച്ചു അവർ. 1693 തുർക്കികൾ ക്രൈസ്തവ യൂറോപ്പിനെ ആക്രമിച്ച് കീഴടക്കാനെത്തി. ക്രൈസ്തവ രാജ്യങ്ങളും തുർക്കികളും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ. വിയന്നയിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. എന്താണെന്നോ, യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ രാജ്യമൊട്ടാകെ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ സംരക്ഷണത്തിന് ഭരമേൽപ്പിച്ചു. ആവേ മരിയ, ആവേ മരിയ എന്ന് ആവർത്തിച്ച് പാടിക്കൊണ്ടാണ് സൈന്യം ഒക്കെ ദൈവമാതാവിൻ്റെ കീർത്തനം ആലപിച്ചത്. യുദ്ധോപകരണങ്ങളിലും സംരക്ഷണ കവചങ്ങളിലുമെല്ലാം പരിശുദ്ധ അമ്മയുടെ രൂപം ആലേഖനം ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഷെസ്റ്റോക്കോവ മാതാവിനാൽ അവരെല്ലാം പൊതിഞ്ഞു. അതുപോലെ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ചിത്രം പതിപ്പിച്ച പതാകയും കൈകളിലേന്തി ആവേ മരിയ എന്ന് നിർത്താതെ പാടിക്കൊണ്ടാണ് രാജാവും സൈന്യങ്ങളും യുദ്ധം ചെയ്തത്. അപ്രകാരം തുർക്കികളെയും ടാർട്ടാർ കൊള്ളക്കാരെയും സ്വീഡിഷ് അധിനിവേശക്കാരെയും മറ്റെല്ലാ വിദേശ അക്രമികളെയും ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ സഹായത്താൽ ജോൺ സോബീസ്കി മൂന്നാമൻ രാജാവ് തുരത്തിയോടിച്ചു. സൂര്യനെ ഉടയാടയും ചന്ദ്രനെ പാദപീഠവുമാക്കിയ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സഹായത്തിലും സംരക്ഷണത്തിലും ക്രൈസ്തവ യൂറോപ്പിനെ ഇസ്ലാം അധിനിവേശത്തിൽ നിന്ന് അദ്ദേഹം സംരക്ഷിച്ചു. നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിയമാവർത്തനം 33:26. ഈ വാഗ്ദാനം അവിടുന്ന് ജനത്തിനു വേണ്ടി നിറവേറ്റി. ഇതാണ് പോളണ്ടിലെ പരിശുദ്ധ ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ഒരു ഇടപെടൽ. അതിനുശേഷം 1920 സെപ്റ്റംബർ 14 ഇതുപോലെ റഷ്യൻ സൈന്യം പോളണ്ടിലെ വാർസോ ആക്രമിക്കാൻ പദ്ധതിയിട്ട് വിസ്റ്റുല നദീതീരത്ത് ക്യാമ്പ് ചെയ്തു. ഇതറിഞ്ഞ പോളണ്ടിലെ മുഴുവൻ ജനവും ഷെസ്റ്റോക്കോവ മാതാവിൽ അഭയം പ്രാപിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ അതിമനോഹരമായ ഒരു അത്ഭുതം സംഭവിച്ചു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുത രൂപം വാർസോ നഗരത്തിന് മുകളിൽ ആകാശവിതാനത്തിൽ തൂവെള്ള മേഘത്തുണ്ടുകളുടെ അകമ്പടിയോടെ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് ഭയപ്പെട്ട റഷ്യൻ സൈന്യം വാർസോ വിട്ട് അതിവേഗം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സങ്കീർത്തനം 110:2 ഇങ്ങനെ പറയുന്നു: കർത്താവ് സിയോനിൽ നിന്നും നിന്റെ അധികാരത്തിൻ്റെ ചെങ്കോലയക്കും, ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. ഈ തിരുവചനം അവിടെ യാഥാർത്ഥ്യമായി. പോളണ്ടിൻ്റെ രാജ്ഞിയായ ഷെസ്റ്റോക്കോവ മാതാവ് തന്നിൽ അഭയം തേടുന്ന പോളിഷ് ജനതയെ എക്കാലവും സംരക്ഷിച്ചു പോരുന്നു. അമ്മയിൽ ആശ്രയിക്കുന്നവരെ ആരെയും അമ്മ
ഉപേക്ഷിച്ചതായിട്ടില്ലല്ലോ. പോളണ്ടിൽ നിന്ന് എന്തുമാത്രം വിശുദ്ധരാണ് വന്നിരിക്കുന്നത് അല്ലേ? ഈ ഷെസ്റ്റോക്കോവ മാതാവ് പ്രധാനമായിട്ട് 2 തരം വസ്ത്രങ്ങൾ കൊണ്ടാണ് അലങ്കരിക്കുന്നത്. ഒന്ന് വിലയേറിയ രത്നങ്ങളും വജ്രങ്ങളും കൊണ്ട് നിർമ്മിച്ചതും, മറ്റൊന്ന് വർണ്ണാഭമായ മുത്തുകൾ കൊണ്ട് ഉള്ളതും. ഈ രത്നഖചിത വസ്ത്രം പോളണ്ടിലെ സമ്പന്ന കുടുംബങ്ങളുടെ സംഭാവനയാണ്. എന്നാൽ രാജ്യത്തെ കർഷക വനിതകളാണ് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്താൽ ഏറെ നാളത്തെ കഠിനാധ്വാനത്തിലൂടെ നെയ്തെടുത്ത് ശോഭയേറിയ മുത്തുകളാൽ അലങ്കൃതമാക്കിയ വസ്ത്രം. 2000-ഓളം വർഷം പഴക്കമുണ്ട് ഈ ചിത്രത്തിന്. ഇപ്പോൾ അത് ഇരുണ്ട നിറമായി. അതുകൊണ്ട് ബ്ലാക്ക് മെഡോണ, കറുത്ത മാതാവ് എന്നും വിളിക്കുന്നുണ്ട്. അക്രമികളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഗുഹകളും ബങ്കറുകളും പോലെയുള്ള ഒളിസങ്കേതങ്ങളിൽ സൂക്ഷിക്കപ്പെടേണ്ടി വന്നതും, കോടിക്കണക്കിന് വിശ്വാസികളുടെ സ്പർശനവും മെഴുതിരികളുടെയും മറ്റ് വിളക്കുകളുടെയും പുകയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം ഈ കറുപ്പ് നിറത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് ചിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. പ്രിയ കൂട്ടുകാരെ, ഷെസ്റ്റോക്കോവ മാതാവ് പോളണ്ടിലെ രാജ്ഞിയെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഷെയറിങ്ങിലൂടെ പരിശുദ്ധ ദൈവമാതാവ് ഭൂമിയിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മ തൻ്റെ മക്കളെ ഒരിക്കലും സാത്താന് വിട്ടുകൊടുക്കുകയില്ല. അതിന് അവൾ പല മാർഗങ്ങളും ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ അഭയം പ്രാപിക്കാം. ദൈവം നമ്മെ പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിക്കും. ആമേൻ.